അപ്പോൾ നമ്മൾ ഒരുപാട് ശിഷ്യരെ കണ്ടുകൂടെ, സഹപ്രവർത്തകരെ, അതുപോലെ തന്നെ സിനിമയായിട്ടും മറ്റെല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ കണ്ട്. പക്ഷെ കുടുംബത്തെ നമുക്ക് കണ്ടേ, ഭാര്യ, കുട്ടികൾ, അല്ലേ? തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? അടുത്തതായി ഈ വേദിയിലെത്തുന്നു ശ്രീ രമേശ് നാരായണൻ്റെ പത്നി ഹേമ. ഞാൻ കേട്ടൊരു കഥയാണ്, നേരാണെന്ന് അറിയില്ല. രമേഷ് ജി ആദ്യം ഭാര്യയെ തിരഞ്ഞെടുക്കാൻ, കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ പാടുന്ന കുട്ടിയായിരിക്കണം, അതിനുവേണ്ടി ഒരു ഓഡിഷൻ നടത്തണം എന്ന് പറഞ്ഞിട്ട്, അല്ലേ? ആദ്യം പെണ്ണ് കാണാൻ പോയപ്പോൾ പാടിച്ചു നോക്കി, നന്നായിട്ട് പാടുന്നവരെ മാത്രം കല്യാണം കഴിക്കുള്ളൂ, അങ്ങനെ പറഞ്ഞോ? പാട്ടുണ്ടെങ്കിൽ പാട്ടേരിയ മാത്രമേ കല്യാണം കഴിക്കൂ, സംഗീതം അറിയുന്ന കുട്ടിയായിരിക്കണം, അത് നിർബന്ധമായിരുന്നു, അല്ലേ? ഞാൻ ഒത്തിരി പഠിച്ചിട്ടൊന്നുമില്ല, അപ്പോൾ ഫിലിം സോങ് ഒക്കെ പാടുമായിരുന്നു. പിന്നെ വന്നതിന് ശേഷം, മാരേജിന് ശേഷം എല്ലാം പഠിച്ചത്. അല്ല, ആദ്യമായിട്ട് പെണ്ണ് കണ്ടപ്പോൾ ഏത് പാട്ടാണ് പാടിയത്? അത് ഓർമ്മയുണ്ടാവില്ല. ചിത്രേച്ചിയുടെ ഒരു തിരുവാറന്മുള കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ഡിവോഷണൽ സോങ് ആണ്. തിരുവാറൻ അല്ല, ഭാര്യ പാടട്ടെ, അതല്ലേ രമേശിന്റെ പാട്ട് ഞങ്ങൾ ഒരുപാട് കേട്ടല്ലോ. തിരുവാറന്മുള കൃഷ്ണ നിന്നോമൽ തിരുമുഖം കണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്നിൻ ദുഃഖം മറക്കുന്നു, എല്ലാം മറക്കുന്നു ഞാൻ, ഇന്നെല്ലാം മറക്കുന്നു ഞാൻ. എനിക്ക് തോന്നുന്നത് ഈ പാട്ട് പാടിയാൽ സ്വാഭാവികമായിട്ടും ഏത് സംഗീതജ്ഞനും വീണു പോകും. അതൊരു വാസ്തവം. അങ്ങനെയല്ല സാർ, അന്നൊന്നും അറിയാത്തോണ്ട് എല്ലാം പാടാൻ ഭയങ്കര ധൈര്യം ഉണ്ടായിരുന്നു, ഒരു പേടിയില്ല. ആര് പറഞ്ഞാലും വരി അറിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേർത്തൊക്കെ പാടും. പക്ഷെ ഇപ്പം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര കലാകാരിയായിരുന്നു. സ്കൂളിൽ എല്ലാ പാട്ടും, ഡാൻസ്, എല്ലാത്തിനും പോവാണ്. എല്ലാരും പറയും, ഇപ്പൊ എൻ്റെ അടുത്ത് പറയും, എന്താ നീ ഇങ്ങനെ ചെയ്യാത്ത, എന്താ പാടാത്ത. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഒരു പേടിയോടിച്ചാ പാടും, മാറുമോ, ഇപ്പൊ എല്ലാം അറിയും തോറും ഭയങ്കര. ഇപ്പൊ നിങ്ങൾ വീട്ടിലെങ്ങനെയാണ്? എപ്പോഴും സംഗീതത്തിന്റെ കാര്യം വിട്, സംഗീതം എപ്പോഴും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ്? ഒരുപാട് അങ്ങനെ ഇതില്ല, പക്ഷെ ഉണ്ടാക്കണ കുറച്ച് നല്ലതായിരിക്കും. ഒരുപാട് എരിപാടില്ല, ഒരുപാട് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ദേഷ്യം വരാറുണ്ടോ? ദേഷ്യം അത് നല്ലോണുണ്ട്. എപ്പോഴും ദേഷ്യം വരും, ദേഷ്യം വരുമ്പോൾ മിണ്ടാണ്ടിരിക്കണ ഏറ്റവും. ഇപ്പൊ പഠിച്ചു പോയി, ആദ്യമൊക്കെ പഠിക്കില്ല. ആദ്യം ഞാനും ഭയങ്കര മൂടോട്ടായിട്ടൊക്കെ നിൽക്കും. ഇപ്പം അതൊക്കെ എനിക്ക് ശീലമായി. ദേഷ്യം ആ സൈഡിലേക്കേ പോയില്ല, മിണ്ടാതെ. അതെ അതെ. ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാരേജ് കഴിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് വൈകുന്നേരം എവിടെയെങ്കിലും പോകണമെന്നോ പുറത്ത് പോകാമെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അപ്പം ആരെങ്കിലും സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ പോവില്ല. അത് ഇനിയിപ്പോൾ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ മെയിൻ ചിലപ്പോൾ ഒരു കല്യാണം മെയിനായിരിക്കും. അപ്പം അതെല്ലാം നമുക്ക് കുറെ മിസ് ചെയ്യാറുണ്ട്. എവിടെയെങ്കിലും കൂടെ ഒരുമിച്ച് പോകുന്ന വെച്ചാൽ നടക്കില്ല. ഇല്ല ഇല്ല. ഇനിയിപ്പോൾ മക്കളെ കൂടി നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. മക്കളെ, ഞാൻ ഇങ്ങനെ രമേഷ് ജി മേഘമൽഹാർ ചെയ്യാനായിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഞാനതിൽ മേഘമൽഹാർ എന്ന് പറഞ്ഞ പടത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രം സംയുക്ത കഥ എഴുതുന്നുണ്ടല്ലോ. ആ കഥയിലൊരു ഇതുണ്ട്, രാഗത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട്, അത് മധുവന്തിയോ അതോ മേഘമൽഹാറോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഇതുണ്ട്. അപ്പോൾ ഉടനെ രമേഷ് ജി പറഞ്ഞു, എൻ്റെ മോളുടെ പേര് മധുവന്തിയോ ആണെന്ന് പറഞ്ഞു, മറ്റേ മോളുടെ പേര് മധുശ്രീ ആണെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ 2 രാഗങ്ങളാണ് 2 മക്കൾക്ക് പേരിട്ടിരിക്കുന്നത്. അതൊരു കൗതുകം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. നല്ല പേരാണ് പിള്ളേരുടെ. നമുക്ക് മക്കളെ ഈ വേദിയിലേക്ക് വിളിക്കാം. മധുവന്തി, മധുശ്രീ, അല്ലേ? ഓക്കെ. മോളിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കും. സെക്കൻഡ് ഇയർ. ഏതാ സബ്ജക്റ്റ്? ഞാൻ ബികോം കോമേഴ്സ്. ആണല്ലേ? മോള് നെക്സ്റ്റ് 8th അച്ഛൻ്റെ കൂടെ തന്നെയാണോ പാട്ട് പഠിക്കുന്നത്? ആണോ? സിനിമയിൽ പാടിയില്ലേ ഇതിൽ? മോളാണ് പാടിയത്, മധുശ്രീയാണ് പാടിയത്? ചേച്ചിയും പാടി. രണ്ടുപേരും പാടി. ഏത് പടത്തിലാണ്? ഞാൻ ഇടവപ്പാതി എന്ന് പറഞ്ഞ പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ എന്ന് പറഞ്ഞ പിന്നെ ഒരു തമിഴ് മൂവിയിൽ പാടി. ഇപ്പോൾ രമേഷ്ജിയുടെ അമ്മയുടെ അച്ഛൻ, അല്ലേ? അമ്മമാർ, പിന്നെ അമ്മ, രമേഷ് ജി, ഭാര്യ, മക്കള്, സംഗീതത്തിന് വേണ്ടി മാത്രം സമർപ്പിച്ച ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളൊന്നും അറിയില്ല. അല്ല, അതൊരു വലിയ പുണ്യമാണ്. അത് എന്താ ഒരു ഭയങ്കര ഭാഗ്യമല്ലേ? സാധാരണ ആൾക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് രമേഷ് ജി. ഭാഗ്യമാണ്.